അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഏരിയയാണ് എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം വരച്ചിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാറുണ്ട്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. നമുക്ക് ട്രേഡിംഗ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, പർച്ചേസ് ചെയ്തും, ഡാറ്റ എക്സ്പെൻസ് ചെയ്തും, സെയിൽസിൽ നിന്ന് ക്ലോസ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡ് മൊത്തം ആഡ് ചെയ്യും, ഡെബിറ്റ് സൈഡ് ഈ ഡാറ്റ എക്സ്പെൻസ് വരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് ലോസ് ഇവിടെ പ്രോഫിറ്റും ഇവിടെ ഗ്രോസ് ലോസാണ് വരിക. അതായത് ഈ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാകുമ്പോഴാണ് ഗ്രോസ് ലോസ് വരുന്നത്. അതിനുശേഷം നമ്മൾ ജി പി ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകും കിട്ടുന്ന ലാഭ ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അതിനോട് കൂടി നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ആഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ഫിഗർ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതേ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ഇൻകം ആഡ് ചെയ്തതിന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് ലോസ് ഇവിടെ എഴുതുന്നത്. ഇത് നമുക്ക് 2 മാർക്കിന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. എക്സാം ചോദിക്കാറുണ്ട് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ. നെറ്റ് പ്രോഫിറ്റ് സിഗൽ ടു എങ്ങനെ നെറ്റ് പ്രോഫിറ്റ് എഴുതാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് സിഗൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. ഈ സാധനം ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റോട് കൂടി ഇൻഡയറക്റ്റ് ഇൻകം ആഡ് ചെയ്തു, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമല്ലോ, ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് സിഗൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ഇൻകം ആഡ് ചെയ്യുന്നത് ലെസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ഇൻഡയറക്റ്റ് ഇൻകം ലെസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ലോസ് ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ഗ്രോസ് ലോസ് ആവാം. അപ്പം അത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് ലോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടായിരിക്കാം മേ ബി, അതിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് ഇൻഡയറക്റ്റ് ഇൻകം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ലോസ് സംഭവിക്കാം. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റാണ് ചോദിച്ചതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രിൻ്റ് ഔട്ടിലെ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ നമ്പർ 11 ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നെറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഇന്നത്തെ സാധനങ്ങൾ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 11 ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, റിട്ടേൺ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റാണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന ഇക്വേഷൻ അറിയാം. എന്താണ്, ജി പി പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് ജി പി തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ജി പി ഇല്ല. അപ്പോൾ ജി പി കണ്ടുപിടിക്കണം. ഇൻഡയറക്റ്റ് ഇൻകം തന്നിട്ടുണ്ടോ? ഇൻഡയറക്റ്റ് ഇൻകം തന്നിട്ടില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 ഐറ്റത്തിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 11 2013 ഇംപ്രൂവ്മെൻ്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് അതർ ഇൻകം ഓർ ഇൻഡയറക്റ്റ് ഇൻകം മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയില്ല. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇക്വേഷൻ എഴുതണം. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു എന്ത് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ്
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് ക്വസ്റ്റ്യനിൽ എത്രയും നമുക്ക് നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ടോ? നെറ്റ് സെയിൽസ് ഈക്വൽ ടു വിളിക്കുക ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ മതി. അതായത് 1,20,000 മൈനസ് റിട്ടേൺ നെറ്റ് സെയിൽ റിട്ടേൺ 6,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത് 80,000 രൂപ. സെയിൽസ് റിട്ടേൺ കോസ്റ്റ് ഓഫ് സെയിൽ. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ജി പി കിട്ടുക 1,14,000 മൈനസ് 80,000 സിക്കൽ ടു സെയിൽസ് സിക്കൽ ടു ജി പി സിക്കൽ ടു 34,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ജി പി കണ്ടുപിടിച്ചു. ഓക്കെ, അതർ ഇൻകം പ്ലസ് മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതർ ഇൻകം ആയിട്ട് നമുക്ക് ഒന്നും തന്നിട്ടില്ല. അതർ ഇൻകം ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പിന്നെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് സിക്കൽ ടു നമുക്ക് ജി പി കിട്ടി 34,000 മൈനസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 5,500. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് സിക്കൽ ടു 28,500. എക്സാമിന് ചോദിക്കുന്ന ബേസിക്കായിട്ട് ചോദിക്കുന്ന 3 ഏരിയയിൽ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക എക്സാമിന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജി പിൻ്റെ കാൽക്കുലേഷൻ. സെക്കൻഡ് വണ്ണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. തേർഡ് വൺ ചെയ്തതാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ. ഇതാണ് ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇനി നമുക്ക് പ്രിൻ്റർ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.